നസറുദ്ദീൻ ചിഷ്തിയുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു കേന്ദ്രമാണ്. അവിടെയും ഖനനം നടത്തി അതിന്റെ മുമ്പ് വല്ല ക്ഷേത്രങ്ങളുടെയും അവശിഷ്ടങ്ങൾ തകർത്തിട്ടാണോ ഇത് ഉണ്ടാക്കിയതെന്ന് പരിശോധന നടത്താൻ കോടതിയിൽ ഹർജി പോയിരിക്കുക. ഡൽഹി ജുമാ മസ്ജിദിനെതിരായി ഹർജി പോയിരിക്കുക. ഇങ്ങനെ പോയാൽ എവിടെ എത്തും? ഈ തരത്തിലെല്ലാം ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന, വിഭജിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്രത്തിനെതിരെ ഉറച്ച നിലപാടിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന, ജനങ്ങളുടെ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന ഒരു മാതൃകാ സ്റ്റേറ്റാണ് കേരളം. വേറെ എന്ത് കുറ്റാണ് നമ്മൾ ചെയ്തത്? അതിനാണോ ഈ പക? 2000 കോടി രൂപയെങ്കിലും വേണ്ടിവരുമെന്നുള്ളതുകൊണ്ട് അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനത്തിന് 2002 കോടി രൂപയുടെ ഒരു പ്രാഥമികമായ കണക്ക് തയ്യാറാക്കി റിക്വസ്റ്റ് കേന്ദ്രത്തിന് പോയത്. പ്രാഥമികമായ പ്രവർത്തനങ്ങൾക്ക്, അല്ലാതെ അവരുടെ പൂർണ്ണമായ പുനരധിവാസം എന്ന് പറഞ്ഞാൽ വെറുതെ പോയിട്ട് ഒരു സ്ഥലത്തിന് വീട്ടിൽ താമസിച്ചാൽ മതിയോ? 50, 30, 40 സെന്റ് ഭൂമിയിൽ ഒരു കൊച്ചു വീട്ടിലാണ് താമസിക്കുന്നെങ്കിൽ അതിലെന്തെങ്കിലും കൃഷി ചെയ്തിട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള തൊഴിൽ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടൊക്കെ ജീവിച്ചു പോകുന്നവരായിരിക്കും പലരും. അതിനൊക്കെ മാർഗങ്ങൾ കണ്ടുപിടിക്കണ്ടേ? ഇവരെ പുനരധിവസിപ്പിക്കുമ്പോൾ അതിന് ഭൂമി കണ്ടെത്തണം. ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ നാശനഷ്ടങ്ങളോ ഉണ്ടാവാൻ സാധ്യതയില്ലാത്തതെന്ന് ഇപ്പോൾ കണക്കാക്കാവുന്ന ഭൂമി കണ്ടെത്തണം ശാസ്ത്രീയമായി. നാളെ മറ്റന്നാൾ തന്നെ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ സാധ്യതയുള്ള എവിടെയെങ്കിലും പോയി വീടുണ്ടാക്കിയാൽ അവരുടെ ഭാവി എന്തോ? ആ ഭൂമി ഗവൺമെന്റിന്റെ കയ്യിലില്ല. അപ്പൊ വില കൊടുത്തു വാങ്ങണം. ഇവിടെ കണ്ടെത്തിയ ഒരു ഭൂമി ഹാരിസൺ മലയാളം എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വകയായിട്ടുള്ള തോട്ടഭൂമിയാണ്. നിരപ്പായ സ്ഥലമാണ്, മേപ്പാടിക്കടുത്ത്. അതിനെന്തോ കേസ് വന്നു എന്നാ കേട്ടത്. ഇത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ മറികടന്ന് ഭൂമി കൈവശം കിട്ടിയാൽ മാത്രമേ സർക്കാരിന് വീടുകൾ ഉണ്ടാക്കാൻ പറ്റൂ. അങ്ങനെ ഒരു സ്ഥലത്ത് അവരെ താമസിപ്പിക്കുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാനുള്ള സൗകര്യം ഉണ്ടാവണം. നേരത്തെ ആ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ കുടുംബങ്ങളിൽ നിന്ന് അടുത്ത് സ്കൂളിൽ പോകാൻ മുണ്ടക്കൈ സ്കൂളുണ്ടായിരുന്നു, അത് തകർന്നുപോയി. അപ്പൊ സ്കൂൾ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഉണ്ടാക്കണം. പുതിയ പുനരധിവാസ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കുള്ള സംവിധാനം ഉണ്ടാക്കണം, ആശുപത്രി സൗകര്യങ്ങൾ ഉണ്ടാക്കണം. ഇവരിൽ പഠിച്ചു വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും തൊഴിൽ പരിശീലനമൊക്കെ നൽകാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇങ്ങനെയൊക്കെ വന്നാലേ പുനരധിവാസം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതിലേക്ക് വരൂ. ഇതിനൊക്കെ വലിയ തുക ആവശ്യം വരും. കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും സംസ്ഥാന സർക്കാരിന്റെ പണത്തിൽ നിന്നും ഉപയോഗിച്ച് മാത്രം ഇങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്നതുകൊണ്ടാണ് ജനങ്ങളിൽ നിന്ന് സംഭാവന സ്വീകരിക്കാൻ തീരുമാനിച്ച ഗവൺമെന്റ്. സർക്കാർ ജീവനക്കാരോട് പറഞ്ഞു, ഒരു 5 ദിവസത്തെ കൂലി ശമ്പളം നിങ്ങളിലേക്ക് കൊടുക്കണം, പിന്നീട് തിരിച്ചു തരാം. ആ ഫണ്ട് പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം തുരങ്കം വെക്കാനാണ് UDFന്റെ അനുകൂല സംഘടനകൾ ശ്രമിച്ചത്. എന്ത് മനുഷ്യരാണ്! അതിനെതിരായി പ്രചാരവേല നടത്തി സർക്കാർ ജീവനക്കാർക്കിടയിൽ. കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഹൃദയാലുക്കളായ മനുഷ്യത്വമുള്ള 10,000-കണക്കായ ജീവനക്കാർ അവരുടെ സംഭാവന കൊടുത്തു. തൊഴിലാളികൾ കൊടുത്തു. വിവിധ മേഖലകളിലെ തൊഴിലാളികൾ സംഭാവന കൊടുത്തു. ഒരു സഹായം UDF സംഘടന ചെയ്തില്ല. അവരെല്ലാം പരമാവധി മുടക്കാൻ തോന്നി. BJP കുറിച്ച് ഞാൻ പറയുന്നില്ല, അവർ പിന്നെ അങ്ങനെ ചെയ്യൂ. അതുപോലെ മനുഷ്യസ്നേഹികളായ നിരവധി സ്ഥാപനങ്ങൾ, കമ്പനികൾ, സ്ഥാപനങ്ങൾ ഈ ആവശ്യത്തിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അതെല്ലാം കൂടി സ്വരൂപിച്ചാലേ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റിനും ഈ വകയിലേക്ക് നൽകാൻ കഴിയുന്ന പണത്തിന്റെ പുറമെ ഇതെല്ലാം സംഭരിച്ചാലേ അവിടെ ഫലപ്രദമായ പുനരധിവാസം പൂർത്തീകരിക്കാൻ കഴിയൂ. ഇതാണ് സാഹചര്യം. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തിന് പ്രാഥമികമായ ഒരു സഹായം നിലയിൽ എന്തെങ്കിലും ചെയ്താലേ നമുക്ക് ഈ പ്രവൃത്തി തുടങ്ങാൻ സാധിക്കൂ. അതാണ് കേന്ദ്രം ചെയ്യാത്തത്.